തന്ത്രി കണ്ഠര് രാജീവര് ദൈവതുല്യൻ എന്ന പത്മകുമാർ പറഞ്ഞ ഈ കേസിലെ ഏറ്റവും നിർണായകമായ അറസ്റ്റാണോ ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതോടുകൂടി ഇത് അവസാനിക്കുമോ? പക്ഷേ കണ്ഠര് രാജീവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അതിനും പുറകോട്ടുള്ള അന്വേഷണത്തിലേക്ക് കൂടി പോകുമോ എന്നുള്ളതാണ് ചോദ്യം. വെൽക്കം ടു എഡിറ്റോറിയൽ സ്പെഷ്യൽ ഷോ. നമുക്കിപ്പം എം ജയചന്ദ്രൻ ഇടത് സഹയാത്രികരുണ്ട്, ഒപ്പം തന്നെ മഹേഷ് പണിക്കരുമുണ്ട്. ഞാൻ ഒന്നുകൂടി മഹേഷ് പണിക്കറിലേക്ക് പോകുന്നു, ശില്പിയിലേക്ക്. മഹേഷ് പണിക്കർ, ഇതിൽ ഇപ്പോൾ നമ്മൾ 2019 സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചാണ് പറയുന്നത്. അതിലാണ് തന്ത്രി രാജീവ് കണ്ഠരുടെ ഇടപാടുകൾ ദുരൂഹമായിരിക്കുന്നത്. പക്ഷേ അന്വേഷണം ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് 98 വരെ വേണമെങ്കിലും SIT നടത്താം. അങ്ങനെയാണെങ്കിൽ രാജീവ് കണ്ഠര് സന്നിധാനത്തെ മേൽശാന്തിയായിട്ട് വരുന്ന കാലം മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ള 2007 മുതലുള്ള കാലം മുതലുള്ള ഇടപാടുകൾ അന്വേഷിക്കേണ്ടി വരില്ലേ? വാജിവാഹനം, സ്വർണ്ണക്കൊടിമരം, പ്രഭാമണ്ഡലം, വ്യാളി രൂപങ്ങൾ, ഒപ്പം തന്നെ മേൽക്കൂരയിൽ സ്വർണം പൊതിഞ്ഞത്, ഇതെല്ലാം അന്വേഷിച്ചു വരുമ്പോൾ അത്ര എളുപ്പമാകുമോ രാജീവ് കണ്ഠർക്ക് പുറത്തിറങ്ങാൻ? തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ഒരുപാട് കൊള്ള അവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ ഈ കൊള്ളക്കകത്ത് ഈ പറഞ്ഞ തൊണ്ടി മുതൽ കണ്ടെത്തുക, അതാണ് ഇനി അന്വേഷണത്തിന്റെ ഗതിയെ നിശ്ചയിക്കുന്നത്. ബാക്കിയുള്ള ഇതിലേക്കും പോകുന്നത് ഈ വാജിവാഹനം അദ്ദേഹത്തിന് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് വളരെ സ്പഷ്ടമാണ്. അതിനകത്ത് വേറെ അന്വേഷണത്തിന്റെ ആവശ്യമില്ല. അത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് എവിടെ പോയിന്ന് മാത്രം, ഒറിജിനലാണോ അല്ലെങ്കിൽ എവിടെ പോയി എന്നുള്ള അന്വേഷിച്ചാൽ മതി. പക്ഷേ ഈ തൊണ്ടി മുതൽ കണ്ടെത്താനായിട്ട് പൂജാവിധിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ മാത്രമാണ് വാജിവാഹനത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. ആ വാജിവാഹനം ഇപ്പോൾ തന്ത്രി രാജീവ് കണ്ഠരുടെ കയ്യിലുണ്ട്. പക്ഷേ ഇതുവരെ ആ വാജിവാഹനം ആരുടെ കയ്യിലായിരുന്നു എന്നതും അന്വേഷണ വിധേയമാക്കണ്ടേ? ചില അഭ്യൂഹങ്ങൾ ഇങ്ങനെയുണ്ട്. തീർച്ചയായിട്ടും ആ വാജിവാഹനം ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കണം. ഒന്ന് കാര്യം, അത് ഒറിജിനൽ ആകാനുള്ള സാധ്യതയില്ല. ഇപ്പൊ അവിടെ അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പം അവിടെ SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടോ, ഇനി വീട്ടിലുണ്ടോ ഒറിജിനൽ ആണോ, ഇനി വീട്ടിലില്ലേ വേറെ ഏത് ഗോഡൌണിലാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള അനേകം ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം അതിന്റെ അന്വേഷണം അയ്യപ്പൻ എന്തായാലും അത് കണ്ടെത്തുന്നതിനാണ് എന്റെ വിശ്വാസം. കാര്യം അത് അദ്ദേഹം ആദ്യമേ അബദ്ധവശാൽ അങ്ങനെ പറഞ്ഞു പോയതാണ് എന്റെ ഉണ്ടെന്നും, പിന്നെ കൊടുത്തെന്ന് പറയുന്ന പ്രയാർ ഗോപാലകൃഷ്ണനെ പോലുള്ള അല്ലെങ്കിൽ കുറുപ്പ് സാറിനെ പോലെയൊക്കെ എന്ന് പറയുന്ന ആൾക്കാരുടെയൊക്കെ ഒരു സാന്നിധ്യം ഇതിനകത്ത് എന്ത് കാരണത്തിൽ കൊടുത്തു, ഇനി അവരെല്ലാം കൂടെ ചേർന്ന് വിറ്റതാണോ, അല്ലെങ്കിൽ അതിന് മറ്റ് ഗൂഢാലോചനയുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്ത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ഒരു കാര്യം ഉറപ്പാണ്, ഈ പറഞ്ഞ എല്ലാത്തിനകത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്, തന്ത്രിയുണ്ട്, ഈ പറഞ്ഞ ഭണ്ഡാരി, ഗോവർദ്ധൻ, അങ്ങനത്തെ ആ ഒരു ടീമുണ്ട് എല്ലാത്തിനകത്തും. ഈ കൊടിമരത്തിലാണേലും മറ്റേനകത്താണേലും എല്ലാത്തിനകത്തും. അപ്പം ഇവരുടെ ബാക്കിയുള്ള രാഷ്ട്രീയക്കാരൻ മാറി മാറി വരുന്നുണ്ട്, ഉദ്യോഗസ്ഥർ മാറി മാറി വരുന്നുണ്ട്. അപ്പം ബാക്കിയുള്ളവരുടെയൊക്കെ ഇടപെടലുകൾ മന്ത്രിമാർ മാറി മാറി വരുന്നുണ്ട്. അപ്പം അതിലൊന്നും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവരും നിരന്തരമായിട്ടുണ്ട്. അപ്പൊ മഹേഷ് പണിക്കർ, ഈ വിഷയം വരുന്നത് മുതൽ ആദ്യം മുതലേ തന്ത്രിയുടെ പേര് താങ്കൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. താങ്കൾക്കുള്ള സംശയത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഇതിനെല്ലാത്തിനും ഞങ്ങളൊക്കെ പറയുന്നതിന് മുമ്പേ, എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥർ തിരിയുന്നതിന് മുമ്പേ താങ്കളാണ് ഈ പേര് ആദ്യം പറഞ്ഞത്. എന്തായിരുന്നു കാരണം? അല്ല, അങ്ങനെയല്ല. അവിടെ ധനത്തിനോടുള്ള അമിതമായ ആർത്തി തന്നെയാണ് അതിനത്തെ കാര്യം. നിസ്സാരം അവിടുത്തെ നമ്മൾ പഴയ കാലത്തൊക്കെ ഈ പറഞ്ഞ മേൽശാന്തിയെ നിശ്ചയിക്കുന്നതിനുള്ള ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. കാര്യം അവർ അത്രയ്ക്ക് എന്താ പറഞ്ഞ എല്ലാ കാര്യത്തിനകത്തും അവരുടെ ഒരു കമ്മീഷൻ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള അവിടുത്തെ പടിപൂജ പോലത്തെ പൂജകൾ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയുള്ള അത് മൊത്തത്തിലുള്ള ഇതാണ്. കാര്യം അതുമായിട്ട് കുറച്ചടുത്തിരിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഇത് എങ്ങനെയാണ് അവിടെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതെന്ന്. കാര്യം അതൊക്കെ നമ്മുടെ പരിപൂർണ കമ്മീഷനും ഒക്കെ വന്നിട്ടാണ് അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയത്. നേരത്തെ നമ്മുടെ ജി സുധാകരൻ അദ്ദേഹം മന്ത്രിയായിട്ടൊക്കെ വന്ന സമയത്താണ് അതിനകത്ത് കുറേയൊക്കെ മാറ്റം വന്നത്. എന്നാലും ഇങ്ങനത്തെ കാര്യങ്ങളിനകത്ത് വളരെ കണിശമായിട്ട് ഇതിങ്ങനെ പറ്റൂ, ചിലത് ഇങ്ങനെ പറ്റത്തില്ല, അങ്ങനെയൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ പല ഇതിനകത്തും. ഇപ്പൊ തന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് നവഗ്രഹ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രം ഈ ജൂലൈയിലാണ് 50 കൊല്ലത്തിനിടയ്ക്ക്. അതെ, ഞാൻ അതുകൊണ്ട് തന്നെ പറയുന്നത്. കാര്യം ഇങ്ങനത്തെ രീതിയിൽ തന്നെയാണ് പല രീതിയിൽ. കാര്യം സമാനമായിട്ടുള്ള ഈ സ്പോൺസറാണ് ഇതിനകത്ത് നമ്മൾ പറഞ്ഞ രണ്ട് രീതിയല്ല. അതായത് ദേവസ്വം ബോർഡും ഈ പറഞ്ഞ നേരത്തെ ഉള്ള ഈ തന്ത്രി ആചാരപരമായിട്ടുള്ള തന്ത്രിയും തന്നെ അല്ല, അവിടെ സ്പോൺസർ എന്നും പറഞ്ഞ മൂന്നാമത്തെ ഒരു രീതിയുണ്ട്. കാര്യം അവർ പറയുന്നത് ദേവസ്വം ബോർഡിൽ കൂടി ഒരു പ്രവൃത്തി ചെയ്തു വന്നാൽ അതിന് ഒരുപാട് നൂലാമാലകളുണ്ട്, ടെൻഡർ മറ്റേത് അങ്ങനെയൊക്കെ പറഞ്ഞ നൂലാമാലകളുണ്ട്. ഒരു സ്പോൺസറായിട്ട് വന്ന അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നൂലാമാലകളിൽ ഈ കൊടിമരം പോലും ടെൻഡർ ചെയ്തല്ല ചെയ്തിരിക്കുന്നത്, ഒരാളങ്ങ് ചെയ്യുകയാണ്. കാര്യം സ്പോൺസർ വന്ന് ചെയ്യാണ്. 3.5 കോടിയോ 4 കോടിയാണ്, 10-15 കിലോ സ്വർണത്തിന്റെ കണക്കാണ്. അപ്പം ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിലും ഇവരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്, അവരുടെ ഒരു ഗ്രൂപ്പിനകത്താണ് ഈ നടക്കുന്നത്. അപ്പം ആ ഗ്രൂപ്പ് തന്നെയാണ് ഇതിനകത്ത് എല്ലാം ഇടപെട്ടിരിക്കുന്നത്, എല്ലാ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട്. അതെ, പോറ്റി സ്പോൺസറാണ്. പോറ്റി സ്പോൺസർ എന്ന് വെച്ചാൽ മെയിൻ സ്പോൺസർമാരെ പുറത്ത് കാണിക്കാതെ പുള്ളി അവരുടെ കൂടുതൽ മേടിക്കുന്നു, ഇവിടെ കുറച്ച് ചിലവാക്കുന്നു. അപ്പൊ സ്പോൺസർമാരെ പറ്റിക്കുന്ന പരിപാടിയുണ്ട്. അപ്പം ഈ കോർഡിനേഷൻ എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടിയാണ്. അപ്പം ഇയാളുടെ ഡയറക്റ്റ് ധനമല്ല. കാര്യം അങ്ങനത്തെ കാര്യത്തിനകത്തൊക്കെ ഇദ്ദേഹത്തിന് അറിവുണ്ട്, പല കാര്യത്തിനകത്തും ഇദ്ദേഹത്തിന് അറിവുണ്ടെന്ന് നമുക്ക് ബോധ്യമുണ്ട്. അപ്പം അങ്ങനെ ബോധ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. കാര്യം അതിനകത്താണ് ആ ഒരു കാര്യങ്ങൾ വരുന്നത്. കാര്യം അത് ഒരിക്കലും നമുക്ക് അയ്യപ്പന്റെ പോലാണ്, അയ്യപ്പന്റെ കൊടാനും കൂടി അയ്യപ്പ ഭക്തരുടെ ഇതാണ്. അപ്പൊ ഇപ്പോൾ ഈ തന്ത്രിക്ക് മാത്രമാണ്, ഈ തന്ത്രി കുടുംബത്തിൽ വേറെ
ഒരാൾക്കും കൂടി പങ്കുണ്ട് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. അതിനകത്ത് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഓൾറൗണ്ട് ഒരു മേൽനോട്ടം അതിനകത്ത് ഈ പറഞ്ഞ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അല്ലെ ഇതുപോലത്തെ സ്വർണം പോലത്തെ വിലപിടിപ്പിച്ച സാധനങ്ങളുമായിട്ട് കാര്യത്തിൽ അവരവരുടെ വേണ്ടപ്പെട്ട ആൾക്കാരെ കൊണ്ട് മാത്രം അത് ചെയ്യിപ്പിക്കുന്ന ഒരു ടെൻഡറിലോ അല്ലെങ്കിൽ മറ്റ് ദേവസ്വം ബോർഡിന്റെ സുതാര്യമായ വ്യവസ്ഥയിലോ പോവാതെ മറച്ചു പിടിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ആ രീതിയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ആകാൻ പാടില്ല. അതൊരു ടെൻഡറിൽ കൂടെയും സുതാര്യമായ രീതിയിൽ തന്നെ പോകേണ്ട കാര്യങ്ങളാണ്. അപ്പം ഈ വക കാര്യത്തിൽ 18-ാം പടിയുടെ മേലോട്ടുള്ള കാര്യങ്ങളകത്തൊന്നും മറ്റാരും ഇടപെടാൻ പാടില്ല, ദേവസ്വം ബോർഡ് ഇടപെടാൻ പാടില്ല, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ശാഠ്യമുണ്ട്. അപ്പോൾ കാര്യം അതൊരു ദൈവിക കാര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. സംഭവം ശരിയാണ്, അതിനകത്ത് അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ വാജുവാഹനം പോലെ 500 കോടിയുള്ള സാധനം അവർ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. അല്ലെ അതൊക്കെ അവരുടെ ഇതിനകത്താണ്, അവരുടെ എന്തോ പരശുരാമൻ കൽപ്പിച്ച് അവർക്ക് കൊടുത്താണ്, ഇത് മൊത്തം അവരുടെ സ്വന്തം വീട്ടിലത്തെ കാര്യമാണ്, അത് എടുത്തുകൊണ്ട് പോകാനുള്ള അവകാശം അവർക്കുണ്ടെന്നുള്ള രീതിയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശബരിമല ക്ഷേത്രം ഒരു ഊരാഴ്മ ക്ഷേത്രം അല്ല, അത് ദേവസ്വമാണ്. രണ്ട് രീതിയിലാണ് ഇതിന്റെ ഈ കവിയറ്റ് വന്നപ്പോഴത്തേക്ക് വന്നിരിക്കുന്നത്. ഒന്ന് ഈ പറഞ്ഞ ഊരാഴ്മയുള്ള, അതായത് അവിടുത്തെ തന്ത്രകുടുംബത്തിന്റെ കാലാകാലങ്ങളിലുള്ള ക്ഷേത്രം, അവിടുത്തെ നെല്ലും അവിടുത്തെ ഇതുമൊക്കെ കിട്ടുന്ന, അവർക്ക് അതിന്റെ പാട്ടമൊക്കെ കിട്ടുന്ന ടൈപ്പ് ക്ഷേത്രങ്ങൾ. അല്ലാത്ത നാട്ടുകാരുടെ ക്ഷേത്രം ശബരിമല ക്ഷേത്രം ഉറപ്പായിട്ടും ഈ പറഞ്ഞ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തേക്ക് രാജകുടുംബം കൊടുത്തിരിക്കുന്നത് ശബരിമല ക്ഷേത്രം ഒരു പൊതുക്ഷേത്രമായിട്ടാണ്. അതിനകത്ത് ഒരു തന്ത്ര കുടുംബത്തിന്റെയോ അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെയോ കാര്യങ്ങൾ അതിനകത്തില്ല. അതെല്ലാവർക്കും പരിശോധിക്കാവുന്നതാണ്. കാര്യം അങ്ങനെയാണ് അതിന്റെ ഇത്. അല്ലാണ്ട് മറ്റ് ക്ഷേത്രങ്ങൾ ഇപ്പോൾ നമ്മൾ അല്ലാത്ത ഊരാഴ്മ ക്ഷേത്രം ഒരുപാടുണ്ട്. കാര്യം തന്ത്ര കുടുംബത്തിന് തന്നെ അധികാരമുള്ള അങ്ങനത്തെ അല്ലത്, അങ്ങനത്തെ ക്ഷേത്രം അല്ലത്. തെറ്റിദ്ധാരണയാണ്. രാഹുൽ ഈശ്വർ ഇപ്പോൾ ഒരു 1000 കൊല്ലത്തെ കഥയൊക്കെ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാനതൊന്ന് ഓർപ്പിച്ച് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു മഹേഷ് പണിക്കർ, നമ്മൾ കാര്യങ്ങൾ വിശദീകരിച്ചത്. Debate with Dr. Arun Kumar.